എല്ലാ കൂട്ടുകാർക്കും അച്ചൂസ് ഫ്ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു തേങ്ങ ചമ്മന്തിപ്പൊടിയുടെ ഒരു റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെയും കഞ്ഞീൻ്റെയൊക്കെ കൂടെ പിന്നെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതും കുറച്ച് നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷനും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഒരു 1.5 മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 കാശ്മീരി മുളകും ഒരു 6 സാധാരണ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 5 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം തീയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങേൻ്റെ എല്ലാം കളറൊന്ന് ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ തേങ്ങേൻ്റെ കളറെല്ലാം മാറി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെറുതായി ഒന്ന് തണുത്തിട്ട് മിക്സിയിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ നാരങ്ങേൻ്റെ വലിപ്പത്തിലുള്ള പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ ഒരു തരിയോടുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ചമ്മന്തിപ്പൊടി ഞാൻ ഒരു ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി കാലം നമുക്കത് ഒരു മാസത്തിൽ മേലേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതും കൂടെയാണ്. അപ്പോൾ ചോറിൻ്റെയും കഞ്ഞിയുടെയൊക്കെ കൂടെയാണെങ്കിലും പെട്ടെന്ന് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തും ഒന്ന് കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.